കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് നാളുകളായിട്ട് ഐ തിങ്ക് ഒരു മോർ ദാൻ 2 months ആയി എബവ് മേ ബി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ദൈവത്തിൻ്റെ സഭ, ചർച്ച്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം ലാസ്റ്റ് സമയത്ത് നിർത്തിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു റേഡിയൻ്റ് ചർച്ച്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താ ഈ റേഡിയൻ്റ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തേജസ്സുള്ള സഭ, പ്രകാശിക്കുന്ന സഭ. പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സഭ, സ്ഥലം. ഇതൊക്കെയാണ് ഒരു റേഡിയൻ്റ് ചർച്ച് എന്ന് നാം പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം അതിനുവേണ്ടി വായിച്ചത് എഫേസ്യ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചു. ഞാൻ അതിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാരക്ടേഴ്സ്, തേജസ്സുള്ള സഭയുടെ സവിശേഷതകളെക്കുറിച്ച് നാം ചിന്തിപ്പാൻ തക്കോണം ഇടയായി. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? റേഡിയൻ്റ് ചർച്ചിൻ്റെ ക്യാരക്ടേഴ്സ്, ദൈവസഭയുടെ ക്യാരക്ടേഴ്സ്, റേഡിയൻ്റ് ചർച്ചിൻ്റെ ക്യാരക്ടേഴ്സ്. ഒന്ന്, ചർച്ച് സെൻറ്റേഡ്. ഹല്ലേലൂയ, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം ചർച്ച്. പ്രൈസ് ഗോഡ്. ക്രിസ്തയേശുവിനെയും പുകഴ്ത്തുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം ആ ദൈവസഭ. 2, ഹോളി ആൻഡ് പ്യുവർ, വിശുദ്ധിയും വേർപാടുമുള്ളതായിരിക്കണം ആ റേഡിയൻ്റ് ചർച്ച്. പ്രൈസ് ഗോഡ്. എല്ലാവരും സംസാരിക്കുന്നത് പോലെ, എല്ലാവരും പറയുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ, ഹല്ലേലൂയ, എല്ലാവരും ഇരിക്കുന്നിടത്ത്, എല്ലാവരും കുടിക്കുന്നത്, എല്ലാവരും കഴിക്കുന്നത്, എല്ലാവരും ധരിക്കുന്നത്, നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നാം ദൈവപൈതലാണ്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ നാം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡോക്ട്രിൻ, അത് ബിബ്ലിക്കൽ ഡോക്ട്രിൻ അല്ല, അത് ന്യൂ ജനറേഷൻ ഡോക്ട്രിൻ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ വേർഡ്, എൻ്റെ സ്വന്തമായുള്ള വാക്കാണ്. പ്രൈസ് ഗോഡ്. അവർ പറയുന്നത് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സെപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതായി പോകും. മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, നമ്മൾ അവരുടെ പോലെ ആയി മാറണം. അവരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ നാം അവരെ പോലെ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവരെ നേടാനൊക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവവേദനോട് ഞാനൊരു കാര്യം ആ വിഷയത്തിൽ ഓർപ്പിക്കട്ടെ. പൗലോസ് അതങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം പൗലോസ് ആരാണെന്ന് വ്യക്തമായി പൗലോസിന് അറിയാമായിരുന്നു. ഇന്ന് പൗലോസിനെ വിളിച്ച വിളിയല്ല പല യൂത്ത് ലീഡേഴ്സിനും അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനും എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. പൗലോസിൻ്റെ വിളിയല്ല ഇന്ന് പലരുടെയും വിളി, പല ശുശ്രൂഷന്മാരുടെയും ലീഡേഴ്സിൻ്റെയും വിളി പൗലോസിൻ്റെ അല്ല എന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ജനത്തെ നയിക്കുമ്പോൾ ജനം അറിയാതെ തെറ്റിലേക്ക് കടന്നു പോകുന്നു. പ്രൈസ് ഗോഡ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു കൊച്ചുദാഹരണം. അത് പാപമോ പാപമല്ലയോ എന്നുള്ളത് അല്ല അതിൻ്റെ അകത്തെ വിഷയം, ഉദാഹരണമാണത്. ഇപ്പോൾ ഒരു മാതാവ്, ഒരു മദർ ഒരു കാതുകുത്തി ഒരു വലുതോ ചെറുതോ ആയ എന്തെങ്കിലും ഒരു സാധനം കാതിലിട്ടു. ക്വസ്റ്റ്യൻ, ഇതുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? ഇത് സ്വർഗത്തിൽ പോകുന്ന ഒരു മാനദണ്ഡമല്ല കാത് കുഴിക്കുക എന്ന് പറയുന്നത്, കാത് കുഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചോദ്യം, നിനക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് മൂക്ക് കുത്തുകയും ചിറിയിൽ ഒരു റിങ് ഇടുകയും അങ്ങനെ മുഴുവനുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ടെൽ ദം? മനസ്സിലായില്ല പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരാളോട് ചോദിച്ചു, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നാക്ക് മുറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്. നാക്കിനെ കറക്റ്റായിട്ട് മുറിച്ച് ഒരു ട്രഡീഷണൽ വേ ഉണ്ട് ഇപ്പോൾ. നമ്മൾ ഈ ടാറ്റു ഒക്കെ അടിക്കുന്നിടത്ത് തന്നെ അത് ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. എല്ലായിടത്തും ഇല്ല, പല സ്ഥലങ്ങളില്ല. അപ്പോൾ ഈ സ്നേക്കിൻ്റെ ടങ് പോലെ അതിൻ്റെ നാക്കിരിക്കുന്നത് അത് സൈത്താനിക് ഗ്രൂപ്പുകൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചിറിയുടെ ഭാഗം
അത് വലുതാക്കി റിങ് ഇട്ടിട്ട് എത്രയും വലിപ്പം ആ ചെറിയ കൊണ്ടുവരാമോ അത്രയും കൊണ്ടുവരും. അങ്ങനെ ഓരോ മാനുഷികമല്ലാതെ വികൃത രൂപങ്ങളിലുള്ളത് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും മക്കളെ ഇത് നമുക്ക് ചേരുന്നതല്ലെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റിൽ വിശ്വാസത്തിൽ ഇത്രയും വരെ എനിക്കാകാം എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ തലമുറയോട് എങ്ങനെ പറയാൻ പറ്റും ഇത്രയും വരെ പോകാമെന്നുള്ളത്? ദേ വിൽ ആസ്ക് യു പ്രൂഫ്. മാമ വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ ഇവിടെ ഈ ചെറിയുടെ രണ്ട് ഭാഗത്തും അല്ലെ എൻ്റെ ഈ ബെല്ലിയുടെ ഭാഗത്തും എൻ്റെ പുക്കിളിൻ്റെ ഭാഗത്തും ഒക്കെ കുറേ റിങ്ങുകൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കവിളിൻ്റെ ഇവിടെ ഒരു മുത്ത്, ഒരു ചെറിയ ഒരു പേൾ പോലെ ഇടുക, നാക്കിൻ്റെ അകത്തൊരു ചെറിയ റിങ് ഒക്കെ ഇടുക. ഹൗ യു ക്യാൻ സേ ഡോണ്ട് ഡു ദാറ്റ്? പ്രൂഫ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവർ ചോദിക്കുക ഇതൊക്കെയാണോ സ്വർഗത്തിൽ പോകുന്ന മാനദണ്ഡം മമ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ആൻസർ. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവജനത്തിനൊരു സെപ്പറേഷൻ ഉണ്ട്, ഒരു വേർപാടുണ്ട്. പ്രൈസ് ഗാഡ്. വസ്ത്രമില്ലാത്തവൻ ഒരു ഹാഫ് പാൻറ്, ഒരു കീറിയ പാൻറ് ഇട്ടുകൊണ്ട് വരുന്നതിൽ അവനെ ന്യായം വിധിക്കുന്ന ദൈവമാണ്, നമ്മളല്ല. പക്ഷേ വസ്ത്രം ഉണ്ടായിട്ടിരിക്കെ എനിക്ക് ഈ വസ്ത്രം ആരാധനയ്ക്ക് കൊണ്ടുപോയാൽ മതിയെന്നും പറഞ്ഞു വരുന്ന സ്വഭാവത്തോട് സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അത് അവനവൻ വിധിക്കേണ്ടതാ. പക്ഷെ ഒരു കാര്യം വേദപുസ്തകം പറയുന്നു, പ്യൂർ ആൻഡ് ഹോളി. പ്യൂർ ആൻഡ് ഹോളി. പ്രൈസ് ഗാഡ്. അതൊരു പാസ്റ്ററോ ഒരു ദൈവസഭയോ അല്ല വിലക്കുക, പറയുക ചെയ്യരുതെന്ന്. പിന്നെ ആരാന്നറിയാമോ? ഉയരത്തിലെ പരിശുദ്ധാത്മാവ് പറയണം, ബി ഹോളി, ബി പ്യൂർ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ അതൊന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി. 1 പത്രോസ്, 1 Peter chapter 1 verse 15 and 16, 15-16 വാക്യങ്ങളൊന്ന് വായിക്കുമോ? എങ്ങനാ? അല്ല, ആദ്യം ഒട്ടൊന്ന് വായിച്ചേ. നിങ്ങളെ വിളിച്ച വിശുദ്ധി. അപ്പം നമ്മളെ വിളിച്ചത് ഒരു വിശുദ്ധിയിലേക്കല്ലേ? പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പലരുടെയും മനസ്സിൽ ഓടുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന, എന്നെ ദൂരത്തു നിന്ന് കേൾക്കുന്നവരേക്കുന്ന ദൈവമേ കാതിൽ ഒരു ഇതിട്ടതാണോ ഇപ്പോൾ പ്രശ്നമല്ല. ഞാൻ ഒരു മാല, സഹോദരി മാലയോ നിൻ്റെ കാതേലയോ കുണുക്കോ മൂക്കി കുത്തുന്നോ അല്ല നമ്മുടെ വിഷയം. അത് സ്വർഗത്തിൽ പോകുന്നതോ പോകാതിരിക്കുന്നതോ അല്ല വിഷയം. ചോദ്യം, നിൻ്റെ തലമുറ അതിൻ്റെ 3 times ചെയ്താൽ ക്യാൻ യു പ്രൂഫ് ടു ദം സംതിങ് ഫ്രം ദ ബൈബിൾ? അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. വിൽ യു അക്സെപ്റ്റ് ദാറ്റ്? നീ അത് അംഗീകരിക്കുമോ? നിൻ്റെ കൾച്ചർ അനുസരിച്ച് നീ അംഗീകരിക്കുമോ? പ്രൈസ് ഗാഡ്. ദേഹത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലും അവർക്ക് എന്ത് വേണേലും ചെയ്യാം. സ്തോത്രം. അവർക്ക് എന്ത് വേണേലും ചെയ്യാം. ടാറ്റു ഉണ്ടാക്കാം, എന്ത് വേണേലും ചെയ്യാം. കാരണം യു ഹാവ് നത്തിങ് ടു സേ ടു ദം. നമ്മളടുത്തൊന്നും ടൂളില്ല അവരടുത്ത് പറയാൻ. ഇന്നത് ചെയ്താൽ സ്വർഗമില്ല. കർത്താവിൻ്റെ വചനം, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല. ഇത് ക്ലിയർ വേർഡാണ്. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് പാൻറ് ഇട്ടുകൊണ്ട് വന്നാൽ സ്വർഗരാജ്യത്തിൽ കയറ്റത്തില്ല, ലെതർ ഷൂ അല്ലാതെ കൊണ്ടുവന്നാൽ കയറ്റത്തില്ല. ഇങ്ങനൊന്നുമില്ല കേട്ടോ. ഇതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവ് വേണ്ടത്. കാരണം ഇത് പറഞ്ഞു മനസ്സിലാക്കിയാൽ പ്രയാസമാണ്, അത് ബുദ്ധിമുട്ടാണ്. ചോദ്യങ്ങൾ 100 ഇങ്ങോട്ട് വരും. എന്നാൽ പ്യൂർ ആൻഡ് ഹോളി, നിങ്ങളെ വിളിച്ച വിശുദ്ധിക്ക് ഒത്തവണ്ണം നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. പിന്നെ നിങ്ങൾ അനുസരണമുള്ളവരായിരിപ്പീൻ. നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. നമുക്ക് ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്ന വാക്കുകൾ പറയാനുള്ള വാക്കല്ല ദൈവം തന്നിരിക്കുന്ന ഈ വേർപാടിൻ്റെ വായ. പ്രൈസ് ഗോഡ്. ഇതാരോടാ പറഞ്ഞറിയാമോ? ദൈവസഭയോട് പറയുന്നതാ. ഒരു ദൈവസഭ വേർപെട്ടതായിരിക്കണം, പ്യൂറായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും എന്താ ഈ വിശുദ്ധി? അതാദ്യം മനസ്സിലാക്കണം. എന്താണ് വിശുദ്ധി? കുളിച്ച് 3 നേരം കുളിക്കുന്നതാണോ വിശുദ്ധി?
സ്പ്രേയും ക്രീമും ഇടുന്നതാണോ വിശുദ്ധി? തേച്ച നല്ല വസ്ത്രം ഇടുന്നതാണോ വിശുദ്ധി? ഷൂ പോളിഷ് ചെയ്ത് എന്നും വരുന്നതാണോ വിശുദ്ധി? പാത്രങ്ങളെല്ലാം സമയാസമയം കഴുകി വെച്ച് റൂമൊക്കെ ക്ലീൻ ആക്കുന്നതാണോ വിശുദ്ധി? അല്ല, ഒരാത്മീയൻ്റെ വിശുദ്ധി വ്യത്യാസമുണ്ട്. അവൻ്റെ വാക്കിൽ വിശുദ്ധി, പ്രവൃത്തിയിൽ വിശുദ്ധി, ചിന്തയിൽ വിശുദ്ധി, കൊടുക്കവാങ്ങൽ വിശുദ്ധി, അവൻ്റെ ആരാധനയിൽ വിശുദ്ധി, സ്തോത്രം, അവൻ വരുന്നതിൽ വിശുദ്ധി, പോകുന്നതിൽ വിശുദ്ധി, അവൻ കാണുന്നതിൽ വിശുദ്ധി, സകലത്തിലും വിശുദ്ധനായിരിക്കണം. അപ്പോൾ ചോദിക്കും, നമ്മളെങ്ങനെ, എന്നോടൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര വിശുദ്ധിയാണെങ്കിൽ നമ്മളെങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നത്? കാരണം നിങ്ങൾ ദൈവമില്ലാത്തവരോടല്ലയോ നമ്മളങ്ങനെ ഇരിക്കേണ്ടിയെന്ന്. അതൊക്കെ മുടന്തന്യായങ്ങളാണ് കേട്ടോ. വി ആർ നോട്ട് ഗോയിങ് ടു അസോസിയേറ്റ് വിത്ത് ദം. അതാദ്യം മനസ്സിലാക്കണം. ഒരു ട്രെയിനിൽ പോകുന്നതോ ഒരു പ്ലെയിനിൽ പോകുന്നതോ അശുദ്ധൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമില്ലാത്തവൻ്റെ കൂടെ എന്നുള്ളതല്ല അതിൻ്റെ വിഷയം. ഞാൻ അവനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവനെ സ്നേഹിക്കാം, എനിക്ക് അവനെ ഫീഡ് ചെയ്യാം, ഐ ക്യാൻ ലവ് ഹിം ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് അവനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ വചനപ്രകാരം. കാരണം ഞാൻ വേർപാടുള്ളവനും ദൈവസന്നിധിയിൽ വേർപെട്ടവനുമാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കും, നിങ്ങളെങ്ങനെ ഒരു അനാത്മീയനെ നേടുന്നത്? എങ്ങനെ അനാത്മീയനെ നേടണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലെ നമ്മളും പോകണ്ടേ? ഒരു ബാറിൽ പോയിട്ട് നമ്മളും കുടിക്കുന്നവരോടെ കുത്തിയിരുന്ന് കുടിച്ചിട്ട് പറയണം, അളിയ എന്തോ ഉണ്ട് വിശേഷം, ഹൗ ആർ യു ബഡി, ഹേ ആമോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഫ്രണ്ടാക്കുകയല്ലേ ചെയ്യണ്ടേ? കുടിച്ചാലല്ലേ ഫ്രണ്ടാവുള്ളൂ. അതുപോലെ മറ്റോരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകണ്ടേ? ആ വേഷം ഇട്ടുകൊണ്ട് പോകണ്ടേ? കാരണം അവനെ നേടാനാണ്. അതല്ല പൗലോസ് പറഞ്ഞത്. പ്രൈസ് ഗാഡ്. നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ബട്ട് യു ക്യാൻ ലവ് ദം. ഒരു മദ്യപാനെ തീർച്ചയായിട്ടും സ്നേഹിക്കണം, ഏത് തെറ്റ് ചെയ്തവനെയും സ്നേഹിക്കണം. പക്ഷേ അവനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തതിനെ നീ അനുകരിക്കരുത്, നീ ചെയ്യുന്നവനെ അവൻ അനുകരിക്കുന്നവനായി തീരണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അടുത്തത്, ഫിൽഡ് വിത്ത് ഗാഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം റേഡിയൻ്റ് സഭയിൽ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു സ്ഥലമായിരിക്കണം ദൈവസഭ. അടുത്തത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് പറയുന്നത്, ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നതായിരിക്കണം ദൈവസഭ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വെളിച്ചം ആരാധനയിലുണ്ടായിരിക്കണം, വരവിലുണ്ടായിരിക്കണം, സ്തോത്രത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവസഭ, റേഡിയൻ്റ് ചർച്ച്, ഒരു സഭ നമ്മൾ കൂടി വരുമ്പോൾ തന്നെ സ്തുതി സ്തോത്രങ്ങൾ ഉയരേണ്ട ഒരു സ്ഥലമാണ് സഭ. അവിടെ വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ മുൻപേ വിശേഷങ്ങൾ ചോദിക്കാതെ ആരും പോകരുത് കേട്ടോ. അത് ഫെലോഷിപ്പ് എന്ന് പറയും. വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടേ പോകാവൂ, ഒരുവൻ്റെ വേദന അറിഞ്ഞിട്ടേ പോകാവൂ. ഒരുവനോട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കൈയെങ്കിലും കൊടുക്കാതെ പോകരുത്. അത് ദൈവസഭയുടെ ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. പക്ഷേ ഇതിലെല്ലാം ഉപരി ആരാധനയിൽ കടന്നു വരുമ്പോൾ സ്തുതി സ്തോത്രങ്ങൾ ഉയരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എങ്ങനെയുണ്ടായിരുന്നു, സൗഖ്യമായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏതായാലും സൗഖ്യമായി. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് കർത്താവേ അങ്ങയ്ക്ക് മഹത്വം എന്ന് അത് കേൾക്കുമ്പം പറയാറുണ്ട്? ഇല്ലെങ്കിൽ അത് പറയണം. കാരണം ദൈവം ആഗ്രഹിക്കുന്ന റേഡിയൻ്റ് ചർച്ച്, ദൈവം പ്രസാദിക്കുന്ന സഭയുടെ തെളിവിൽ ഒന്നാണ്. ഒരു സഹോദരൻ സൗഖ്യമില്ലാതെ ആയിരുന്നു കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ കുഞ്ഞ് സൗഖ്യമില്ലാതെ ആയിരുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് നെഗറ്റീവായിട്ട് വന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, മഹത്വം കർത്താവിന് ആ നിമിഷം തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. ഞാനും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും പറയണം, എൻ്റെ ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗാഡ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവസഭ അതാണ് കേട്ടോ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അടുത്തത്, ലവ് വൺ അനദർ. അന്യോന്യം സ്നേഹിക്കണം. പല ദൈവസഭകൾ, എനിക്കൊന്ന് ഞാനിത് പറഞ്ഞതാണോ, റിപ്പീറ്റഡ് ദിസ് വൺ പറഞ്ഞതാ. ദൈവസഭയിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ സ്കെയിലില്ലാതെ സ്നേഹിക്കണം. പക്ഷേ അസോസിയേറ്റ് ചെയ്യാൻ എല്ലാവരുമായിട്ടും പ്രയാസമായിരിക്കും. പക്ഷേ സ്നേഹത്തിന് കുറവ് വരരുത്. ആരെയും ഹെയ്റ്റ് ചെയ്യുവാൻ പാടില്ല വചനപ്രകാരം, വേദപുസ്തക പ്രകാരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറവുള്ള ഒരു ആയിരിക്കണം റേഡിയൻ്റ് ചർച്ച്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങൾ പുറപ്പെടുവിക്കുന്നതായിരിക്കണം ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് വചനം സംസാരിക്കുന്നതായിരിക്കണം ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തത് സാംസ് എന്താ പറഞ്ഞറിയാമോ? യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദൈവസഭ സാംസ് 33:1 പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കൂടാതെ ഹല്ലേലൂയ എഫേഷ്യൻസിൽ 4:3 പറയുന്നുണ്ട്, വായിക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് സെർവ് അതേഴ്സ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, എന്നെക്കാട്ടിലും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുക. അപ്പോൾ സ്നേഹിക്കുന്നത് വേറെ, ശ്രേഷ്ഠനായും കാണുന്നത് വേറെ. ലവ് വൺ അനദർ എന്ന് പറയുന്നതും സ്തോത്രം അതുകൊണ്ടെല്ലാം ഒതുങ്ങുന്നില്ല കേട്ടോ. എന്തുവാണെന്നറിയാമോ? സെർവ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനും സെർവ് ചെയ്യാനും കൂടെ നമുക്ക് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. റേഡിയൻ്റ് ചർച്ചിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അവനല്ലയോ കൊണ്ടുവന്നു, അവൻ എടുത്തുകൊണ്ട് പോകട്ടെ എന്ന് പറയുന്നതിനേക്കാട്ടിലും നല്ലത് ഞാനും എടുക്കട്ടെ, ഞാനിവിടെ പിടിക്കട്ടെ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യട്ടെ, ഞാനും വിളമ്പി തരട്ടെ, ഞാനും അതിനൊരു ഹെൽപ്പ് ഹാൻഡ് തരട്ടെ, അല്ലേ ഞാനിവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നതാണ് റേഡിയൻ്റ് ചർച്ച്. അതാണ് സെർവ് വൺ അനദർ. പ്രൈസ് ഗാഡ്, ലവ് വൺ അനദർ. ഇതെല്ലാം വരേണ്ടത് എവിടെയാണെന്നറിയാമോ? ദൈവസഭയിൽ വരേണ്ടതാണ്. പ്രൈസ് ഗോഡ്. ഒരു റേഡിയൻ്റ് ചർച്ച് വചനപ്രകാരമുള്ള വേർപെട്ട ദൈവസഭയിൽ വരേണ്ട ഒരു വിഷയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നിട്ട് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവസഭയായിരിക്കണം. റെവലേഷൻസ് 19:7-8 അവിടെ പറയുന്നത് 19-ാം അധ്യായത്തിൻ്റെ 7-8 അവിടെ എന്താ പറയുന്നറിയാമോ? കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരാണ് കാണിക്കുന്നതാകട്ടോ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് അധികം പോകുന്നില്ല. എഫേസ്യ ലേഖനം നമ്മളൊരു പ്രാവശ്യം വായിച്ചിരുന്നു. ഹല്ലേലൂയ. അതെന്താണെന്ന് വെച്ചാൽ ഭാര്യാഭർത്തർമാരെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്കവിടെ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം ഇപ്പം കേട്ടത് വെളിപ്പാട് പുസ്തകം നാം വായിച്ച് കേട്ടത്. സ്തോത്രം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നാം കർത്താവിൻ്റെ വരവിൽ, ഇന്ന് രാത്രിയാ കർത്താവിൻ്റെ വരവെങ്കിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. നാം എത്ര വിഷയത്തിനാണ് കടക്കാരനായിരിക്കുന്നത്? ദൈവസന്നിധിയിലെ കാര്യമാകട്ടോ, ആരാധനയിൽ, സ്തോത്രത്തിൽ, പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ പറ്റാഞ്ഞതിൽ, പ്രാപിച്ച പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ പ്രാപിച്ചത് ദൈവസന്നിധിയിൽ അത് പ്രയോജനമായി തീരാതെ പോയതിൽ, അങ്ങനെ എന്തെല്ലാം കടക്കാരാ നാമല്ലേ? ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോയത്, സ്തോത്രം കേട്ടിട്ട് പലതും ക്ഷമിക്കാൻ കഴിയാത്തത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, മറ്റൊരുവനെ സ്നേഹിക്കാൻ കഴിയാതെ പോയത്, ക്ഷമിക്കുവാൻ കഴിയാതെ പോയത്, അങ്ങനെ പൊതുവേ ഇരുന്നൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹോംവർക്കിനുള്ള സമയമുണ്ടല്ലേ? പ്രൈസ് ഗാഡ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ തടസ്സത്തിനോ നമ്മുടെ വീണ്ടെടുപ്പിനോ നമുക്ക് ലഭിക്കാനുള്ള കിരീടത്തിന് കുറവിനോ കാരണമായി തീരാതെ വണ്ണം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അടുത്തതാണ് ലീഡർഷിപ്പ് ഇൻ ചർച്ച്. ഹല്ലേലൂയ. ദൈവസഭയിലെ ഒരു ലീഡർഷിപ്പ്. പ്രൈസ് ഗാഡ്. എന്ന് പറഞ്ഞാൽ നേതൃ പദവി എന്നൊക്കെ പറയും, നേതൃത്വം കൊടുക്കുന്നത്. പ്രൈസ് ഗാഡ്. ദൈവസഭയിൽ ഒന്ന് ഒരു പാസ്റ്റർ ഉണ്ടായിരിക്കണം, എൽഡർ. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ അവിടെയുള്ള വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ആരും ഒന്നും കുറ്റം പറയാത്തവനായിരിക്കണം എന്നർത്ഥം. ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും, ജിതേന്ദ്രനും, സുശീലനും, അതിഥിപ്രിയനും, ഉപദേശിപ്പാൻ സമർത്ഥനും
ആയിരിക്കണം, മദ്യപ്രിയനും. പ്രൈസ് ഗോഡ്. അതാണ്, അങ്ങനെ ഒരാളാണ് പാസ്റ്റർ ആകേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പണ്ട് ഈ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ഡീക്കൻ, ഫസ്റ്റ് തിമോത്തി 8:13 വായിച്ചേ. ആ രണ്ടുപേരെ കാണുമ്പോൾ രണ്ട് രീതി സംസാരിക്കരുതെന്നർത്ഥം. അച്ഛൻ പറഞ്ഞു ശരിയാ, അച്ഛൻ പറഞ്ഞു ശരിയാ. അത് ദൈവസഭയ്ക്ക് കൊള്ളാവുന്നതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അച്ചായൻ പറഞ്ഞത് ശരിയല്ല, ഈ ആൻറ്റി പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആൻറ്റി സഭ വിട്ടുപോകും. അങ്ങനത്തെ ആൻറ്റിമാരും അങ്കിളുമാരും അച്ചായന്മാരും ഒക്കെ ഉണ്ട്. നോ പ്രോബ്ലം. പക്ഷെ ഒരു ദൈവസഭ ഷുഡ് ബി പ്യുവർ ആൻഡ് ഹോളി. ഒരു വ്യക്തിയെ വെച്ചുകൊണ്ടിരിക്കുന്നതാണോ ആവശ്യം, അതോ ഒരു ദൈവസഭ പ്യുവറിറ്റിയിലും ഹോളിനെസ്സിലും പോകുന്നതാണോ കാര്യം? മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞേ? ഏതിനെയും. പിന്നൊരു കാര്യമുണ്ട്, ഒരു ദൈവസഭയിൽ എല്ലാവരും വിശുദ്ധരും എല്ലാവരും ഒരേ സ്വഭാവക്കാരും ആകാൻ സാധ്യത കുറവാണ്. കാരണം പാരമ്പര്യം വായിച്ചു വരുമ്പോഴേ പൗലോസ് പലർക്കും എഴുതുമ്പം തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? പല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട് പല സ്വഭാവക്കാരാണ് എല്ലാവരും. പ്രൈസ് ഗോഡ്. പല സ്വഭാവക്കാരാണ്. എന്നാൽ ജനറലി പറയുന്ന ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ എന്തുമായിരിക്കണമെന്നറിയാമോ? അതാണ് നമുക്ക് അറിയപ്പെടേണ്ടത്. എന്തോടെ പറയണ്ടേ? സൈഡ് പിടിക്കാത്തവൻ. ഒരു ദൈവസഭയിലെ ഡീക്കൻ സൈഡ് പിടിക്കാത്തവനായിരിക്കണം. ഒരാൾ ചെയ്ത് തെറ്റെങ്കിൽ ബ്രദറെ നിങ്ങൾ ചെയ്ത് തെറ്റാ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആ സഹോദരനോ സഹോദരിയോ സഭ വിട്ട് പോകുന്നതല്ല വിഷയം. ഇത് ദൈവസഭയാണ്. ദൈവസഭയിലെ പ്രാക്ടിക്കലായിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ തിരുത്താം, ഇല്ല എങ്കിൽ യു ക്യാൻ ഗോ സംവെയർ എൽസ്. ഇതല്ലേ നല്ല പോളിസി? അതോ ഈ ചത്ത ഈച്ചയും കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നതാണോ ദൈവസഭ ആഗ്രഹിക്കുന്നത്? അല്ല. കാരണം ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തിയിൽ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറയുന്നതൊക്കെ ആ വ്യക്തിക്ക് അത് തിരിച്ചറിയാനുള്ള മനസ്സില്ലാതായിപ്പോയി. പിന്നെ ആ ആളിന് ആ കൂട്ടായ്മയോട് ചേർന്ന് പോകാനുള്ള മനസ്സില്ലാതാകുന്നു. പ്രൈസ് ഗോഡ്. എല്ലാ കേസിലും അല്ല കേട്ടോ. അങ്ങനെ മനസ്സില്ലാതാകുമ്പോൾ അവർക്ക് പിന്നെ അതിനൊരു വിരക്തി തോന്നുന്നു. എന്നാൽ മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവൻ അവിടെ കൊണ്ട് ആ ദിവസവും മാനസാന്തരപ്പെടും. കാരണം അവന് നിത്യതയാ വലുത്. അവന് നഷ്ടപ്പെടാനുള്ളത് നിത്യത എന്ന് വ്യക്തമായിട്ടറിയാം. അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് അന്യപ്പെടരുതെന്ന് വ്യക്തമായിട്ട് അവന് ഭയമുള്ളത് കൊണ്ട് അവനെ അവിടെ വെച്ച് തിരുത്തും, തീരുമാനമെടുക്കും. ഇനിയും നെവർ ഗോയിങ് ടു ഹാപ്പൻ ഫ്രം മീ, എന്നിൽ നിന്നുണ്ടാവില്ല. ഒരു ദൈവസഭയിൽ ഉണ്ടാകേണ്ടത് അതാ. ഹല്ലേലൂയ. അടുത്തത് മൂന്നാമത്തെ ഒരു ഇതുണ്ട്, സെർവന്റ് ലീഡർഷിപ്പ്. ഹല്ലേലൂയ. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി. ഇതാണ് സെർവന്റ് ലീഡർഷിപ്പ്. ഇന്ന് എല്ലാവർക്കും പാസ്റ്ററായാൽ മതി, എല്ലാവർക്കും പാസ്റ്ററാവുക. എന്നാൽ ആർക്കും ഈ ഒരു സെർവന്റ് ലീഡർഷിപ്പ്, ബ്രദറെ ഞാൻ എടുക്കട്ടെ ഈ ബാഗ്, നീ എടുത്തില്ലെങ്കിലും ചോദിക്കുന്നതിനൊരു ദൈവ സാന്നിധ്യം ഉണ്ടാവണ്ടേ, ഞാൻ എടുക്കട്ടെ. ആ ഒരു മനോഭാവമാണ് ദൈവം നമ്മെക്കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്നത് കേട്ടോ. പ്രൈസ് ഗാഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. സെർവൻറ്റ്
ലീഡർഷിപ്പ് മോൾഡഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ട ആ ഒരു മനോഭാവം. ഞാനാണ് വലിയവൻ, എൻ്റെ ശമ്പളം നിനക്കറിയാമോ, എൻ്റെ വീട് നീ കണ്ടിട്ടുണ്ടോ, എൻ്റെ വാഹനത്തിലൊന്നും ഞാൻ ആരെയും കയറ്റാറില്ല, നിങ്ങളെയൊക്കെ സാമ്പാറിൻ്റെ സ്മെല്ല എന്ന് പറയുന്നതല്ല പെന്തക്കോസ് എന്ന് പറയുന്നത് കേട്ടോ. സഭ, ദൈവസഭ അതല്ല. അവനെയും അംഗീകരിപ്പാൻ, സ്നേഹിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സെർവൻ്റ് ലീഡർഷിപ്പ് ദൈവസഭയിൽ വരുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സെർവൻ്റ് ലീഡർഷിപ്പ് അത് ചെയ്യുന്നത് ഒരു കുറവല്ല. ഞാൻ മാത്രമേ ഉള്ളല്ലോ അത് ചെയ്യാൻ. Why should I continue to do that? Why don't this people is not able to do? Why don't he cannot do? എന്ന് ചോദിക്കുന്നത് ഹല്ലേലൂയ ഒരു ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല. പൗലോസ് വ്യക്തമായി എഴുതുമ്പോൾ അവിടെ എഴുതുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നീ മറ്റുള്ളവനെ ശുശ്രൂഷിക്കാൻ യോഗ്യമാവണ്ണം തിരഞ്ഞെടുക്കുക. ആ ഒരു ലീഡർഷിപ്പുണ്ട്. ഹല്ലേലൂയ. പല ദൈവസഭകളിലും ഉണ്ടത് കേട്ടോ. ഇല്ല എന്ന് നമുക്ക് പറയുന്നത് തെറ്റാ. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പല ദൈവസഭകളിലും കണ്ടിട്ടുണ്ട്. ഇവിടെയും ഞാൻ കാണുന്നുണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ നമ്മുടെ പക്ഷേ നമ്മൾ ജനറലി പറയുമ്പോൾ നമ്മുടെ ഈ സഭയെക്കുറിച്ച് മാത്രമല്ല നാം പറയേണ്ടത്. ജനറലി പറയുമ്പോൾ സ്തോത്രം ഒരു സെർവൻ്റ് ലീഡർഷിപ്പ് എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും പോലും നമ്മൾ അവരെ അങ്ങനെ വേണം ടീച്ച് ചെയ്ത് കൊണ്ടുവരാൻ. സ്തോത്രം, ശുശ്രൂഷിക്കുവാനുള്ള, സ്തോത്രം, മറ്റുള്ളവരെ എന്നെക്കാട്ടിലും ശ്രേഷ്ഠനെന്ന് കാണാൻ. നോ മാറ്റർ അവൻ്റെ സാലറി, അവൻ്റെ പ്രൊഫഷൻ, ഹല്ലേലൂയ, അവൻ്റെ വീട്, വാഹനം, അവൻ്റെ പരിജ്ഞാനം, സംസാര സ്റ്റൈൽ, ഇതൊന്നുമല്ല വിഷയം. പിന്നെയോ കർത്താവിന് സ്തോത്രം, അവൻ എന്നെക്കാട്ടിലും ശ്രേഷ്ഠനെന്ന് കാണുവാൻ ഉള്ള നല്ല ഹൃദയം. ഇത് കേൾക്കുമ്പോൾ ചിലർ ആയിരിക്കും ശരിയാ, എന്നെ അങ്ങനെ ആരും തോന്നാറില്ലെന്ന്. അപ്പം നമ്മളും ചിന്തിച്ചിരിക്കണം, ഞാനങ്ങനെ തോന്നാറുണ്ടോ എന്ന്. എന്നെക്കുറിച്ച് ആരും അങ്ങനെ തോന്നാറില്ല, പക്ഷേ നമ്മളും ചിന്തിക്കണം, ഞാൻ ആരെക്കുറിച്ചൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പ്രൈസ് ഗോഡ്. തോന്നുന്നവർക്കായി സ്തോത്രം. ഇല്ല എങ്കിൽ ഇന്ന് തൊട്ട് തോന്നുവാൻ ഒരു സെർവൻ്റ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. മേ ദ ഗുഡ് ലോർഡ് ബ്ലസ് യു വിത്ത് ദിസ് വേർഡ്. തുടർന്ന് ഹല്ലേലൂയ 1-2 ക്ലാസ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് അവസാനിക്കും. അതിനുശേഷം നാം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.